കല്യാണം കഴിഞ്ഞാ അന്ന് തന്നെ നമുക്ക് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അവിടെ വിവേകിന്റെ ഒരു വില്ലയുണ്ട്. ഞാനെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. ഗതികെട്ട് പോയി താമസിക്കുന്ന പോലെ ആവില്ലേ അനുകേച്ചി അത്? അഭയാർത്ഥികളെ പോലെ. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. വിവേക് ഇങ്ങോട്ട് തന്നെ പറയായിരുന്നു അവിടെ ചെന്ന് താമസിച്ചോളാൻ. വെറുതെ ഗതികെട്ടവരായിട്ടല്ല, വാടക തരാന്ന് പറഞ്ഞു നോക്കണം. എങ്ങനെ കൊടുക്കും? അതിന് തക്ക കാശ് നമ്മുടെ കയ്യിലുണ്ടോ? അതൊന്നും ഓർത്ത് പ്രയാസപ്പെടണ്ട. അത്യാവശ്യം കാശൊക്കെ എനിക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോ അനക്കേച്ചിയുടെ ജോലിയോ? ഈ ഹോസ്പിറ്റലിലെ ജോലി അല്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെക്കാൻ ഇരിക്കായിരുന്നു. എറണാകുളത്ത് ചെന്നാലും ഒരു ഹോസ്പിറ്റലിൽ കയറാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്കും എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം. എറണാകുളത്ത് ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതുവരെ നമുക്ക് ചെലവിനോ മറ്റാവശ്യങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ടെല്ലാം നമ്മൾ തന്നെ നോക്കണം. അപ്പോ പഞ്ചരത്നം പൂർണ്ണമായിട്ടും നമ്മൾ ഉപേക്ഷിക്കുവാണോ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എപ്പോ വേണമെങ്കിലും നമുക്കിവിടെ വന്നു പോവാലോ. അമൃതേച്ചിയും സുമേഷ് ചേട്ടനും ഇവിടെ സ്വസ്ഥമായിട്ട് താമസിക്കട്ടെ. നമ്മൾ ആരും ഒരു ശല്യം ആവണ്ട. എന്തായാലും അമൃതേച്ചിക്ക് ഇത് വിഷമാവും. നമ്മളൊന്നും പറയാതെയല്ലേ പോകുന്നേ. എന്തിനാ അമൃതേച്ചിക്ക് വിഷമം? നമ്മുടെ മുമ്പിൽ ചേച്ചി കാണിക്കുന്നതെല്ലാം ഡബിൾ പ്ലേ ആണെന്ന് നിനക്കിനി മനസ്സിലാവുന്നില്ലേ ആരാധ്യേ? നമ്മൾ എങ്ങനെ ഒഴിവാക്കാന്നുള്ളതല്ലേ അമൃതേച്ചിയുടെയും ആ സുമേഷ് ചേട്ടന്റെ ആവശ്യം. പിന്നെങ്ങനെ നമ്മൾ പോകുന്ന കാര്യം അറിയുമ്പോ അമൃതേച്ചിക്ക് വിഷമാവുന്നേ? ഒന്നും അറിയിക്കാൻ വേണ്ട, പറയാൻ വേണ്ട. സന്തോഷത്തോടെ അമൃതേച്ചി കല്യാണം കഴിക്കട്ടെ. നമുക്കും അതേ സന്തോഷത്തോടെ കല്യാണം കൂടാൻ ശ്രമിക്കാം. കല്യാണം കഴിഞ്ഞാ നമ്മൾ ഇവിടുന്ന് പോവും. പിന്നെ അവിടെ ചെന്നിട്ട് അമൃതേച്ചി വിളിച്ച് വിവരം പറയൂ. ഒക്കെ ഓർക്കുമ്പോ എനിക്ക് പേടിയാവുക. നമ്മൾ എന്തോ ആപത്തിലേക്കാ പോകുന്നൊരു തോന്നല്. ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമ്മളെല്ലാരും കൂടെ അല്ലേ പോകുന്നേ. എന്ത് വന്നാലും ഒരുമിച്ച് നിന്ന് നേരിടാം. ഇനി ഈ കാര്യത്തില് ഒരാലോചനയും സംസാരവും വേണ്ട. നമ്മൾ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചു. അതങ്ങനെ തന്നെ നടക്കും. കല്യാണമായിട്ട് ഞങ്ങളെ ഒന്നും മോളും മറന്നില്ലല്ലോ. സന്തോഷമായി. അങ്ങനെ മറക്കാൻ പറ്റുമോ ദിവാകരേട്ടാ? എത്ര കാലമായിട്ട് ഇവിടെ തന്നെ വരുന്ന ആളാ നിങ്ങള്. എന്നാ ശരി മോളെ. എല്ലാരും കല്യാണത്തിന് വന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ അനുഗ്രഹം മോൾക്ക് എപ്പോഴും ഉണ്ടാവും. അന്നം തരുന്ന മനസ്സ് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. നോക്കടി, സഹദേവേട്ടന്റെ മകനാണല്ലോ ചെക്കൻ. അതെ. കല്യാണം കഴിഞ്ഞാ ഇവിടുന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. പോകണ്ടെന്ന് പറ. ഈ അന്യനാട്ടിലേക്കൊന്നും പോകാതെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇവിടെ ജീവിക്കുന്നതല്ലേ നല്ലത്. എനിക്കും അതാ ആഗ്രഹം. അനിയത്തിക്കുട്ടിമാർക്ക് എന്താ ഒരു മിണ്ടാട്ട കുറവ്? ചേച്ചിയുടെ കല്യാണത്തിന്റെ ഗമയാണോ? ചേച്ചി കല്യാണം കഴിഞ്ഞ് പോകുന്നതിന്റെ വിഷമമായിരിക്കും അല്ലേ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. കല്യാണം കഴിഞ്ഞാലും പഞ്ചരത്നം വിട്ടൊരു ജീവിതം എനിക്കില്ല. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഒരിക്കൽ കൂടി ക്ഷണിക്കുക, എല്ലാരും കല്യാണത്തിന് വരണം. വരും, ഉറപ്പായിട്ടും വരും.